ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ പറയാൻ പോണത് 4-ാമത്തെ സ്കന്ധത്തിലെ 20-ാമത്തെ അധ്യായം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ബ്രഹ്മാവ് ഉപദേശിച്ചതിനെ തുടർന്ന് പൃഥ്വി ചക്രവർത്തി ഇന്ദ്രനോട് സന്ധി ചെയ്തു. അതിനുശേഷം ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ യജ്ഞപതിയും വൈകുണ്ഠമൂർത്തിയുമായിട്ടുള്ള ഭഗവാൻ ഇന്ദ്രനോട് ഒന്നിച്ചിട്ടാണ് അത്രേ യാഗശാലയിൽ വന്നത്. അപ്പോൾ യാഗങ്ങളെ കൊണ്ട് തന്നെ ആരാധിച്ചതുകൊണ്ട് ഭഗവാൻ വളരെ സന്തുഷ്ടനായിട്ട് പൃഥ്വിനോട് പറഞ്ഞു, ഹേ പൃഥ്വി മഹാരാജാവേ, ഇന്ദ്രൻ അങ്ങയുടെ 100-ാമത്തെ യാഗത്തിന് വിഘ്നം വരുത്തിയവനാണ്. അദ്ദേഹം അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അദ്ദേഹത്തോട് ക്ഷമിക്കണമെന്ന് ഞാൻ തന്നെ അപേക്ഷിക്കുകയാണ് എന്നുള്ളത് ഭഗവാൻ പറഞ്ഞത്. അങ്ങേപ്പോലെ മനഃശുദ്ധി വന്നിട്ടുള്ള സജ്ജനങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കാറില്ല. ശരീരാഭിമാനികൾക്ക് മാത്രമേ മറ്റുള്ളവരുടെ ശരീരവുമായിട്ട് ദോഷിക്കാൻ തോന്നുകയുള്ളൂ. ഹേ പൃഥ്വി മഹാരാജാവേ, അങ്ങയെപ്പോലെ ഉയർന്ന നിലയിലെത്തിയിട്ടുള്ള സജ്ജനങ്ങൾ പോലും മായ കൊണ്ട് മയങ്ങി ശരീരാഭിമാനികളായി തീരുകയാണെന്നുണ്ടെങ്കിൽ സജ്ജന സംസർഗങ്ങളെ ചെയ്തതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. സത്സംഗം ചെയ്യേണ്ടത് ശരീരാഭിമാനം നീങ്ങാനാണ്. ഈ ശരീരം ആത്മാവിനെ മറന്നുകൊണ്ടുള്ള, അതായത് ആത്മവിസ്മൃതിയാകുന്ന അവിദ്യയിൽ നിന്നുണ്ടാകുന്ന ഓരോരോ ആഗ്രഹങ്ങളെ കൊണ്ടും ആ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുടെ ഫലവും അനുഭവിക്കാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ളതാണ് ശരീരം. അപ്പോൾ ശരീരം ഉണ്ടായത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഭഗവാനെ മറന്നിട്ട് മായാ ഭഗവതിയുടെ പ്രലോഭനങ്ങളിൽ നിന്ന് വഴങ്ങിക്കൊടുത്ത് അയാളുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങളെ സാധിക്കാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലങ്ങളായിട്ടുള്ള സുഖദുഃഖങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് ഈ ശരീരം. അതാണ് ശരീരത്തിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട്. അപ്പോൾ എന്തുണ്ടാവണം? ഭഗവാനെ അറിയണമെന്നുണ്ടെങ്കിൽ ശരീരാഭിമാനം ഇല്ലാതെയായാൽ പിന്നെ ആ ശരീരത്തോട് കൂടെ നിൽക്കുന്ന ഭാര്യ, ഭർത്താവ്, ഗൃഹം, പുത്രൻ, ഇതൊന്നും തൻ്റേതായിട്ട് തീരില്ല. ശരീരം എന്ന് പറയുന്നത് ആ ശരീരത്തിനോട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നത്, ബന്ധങ്ങളുണ്ടാവുന്നത്. എന്നിട്ട് ഭഗവാൻ ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ആത്മാവായിട്ടുള്ള താൻ ഏകനാണ്, ശുദ്ധനാണ്, സ്വയം പ്രകാശസ്വരൂപിയാണ്. സത്വം, രജസ്, തമസ് പറഞ്ഞിട്ടുള്ള 3 ഗുണങ്ങൾ ഇല്ലാത്തവനാണ് ആത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗുണങ്ങൾക്ക് ആശ്രയീഭൂതനാണ്, എങ്ങും വ്യാപിച്ചവനാണ്, ഒന്നിനാലും മറയപ്പെടാത്തവനാണ്, സർവസാക്ഷിയാണ്, ശരീരത്തോട് ബന്ധപ്പെടാത്തവനാണ്. ഇപ്രകാരം തന്നിൽ താനായി ആത്മതത്വത്തെ അറിയുന്നവൻ, അതായത് തത്വമസി എന്ന ആ ഭാവത്തെ അറിയുന്നവൻ എന്നർത്ഥം.
പ്രകൃതിയുടെ വികാരമായിട്ടുള്ള ശരീരത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതിലിരിക്കുന്ന അന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ വാസുദേവൻ ബ്രഹ്മമായി തന്നെയാണ് നിലനിൽക്കൊള്ളുന്നത്. അതാണ് തത്വമസി. അതുകൊണ്ട് ബ്രഹ്മമായിട്ട് നിൽക്കുന്നത് കൊണ്ട് പ്രകൃതിയുടെ ഗുണങ്ങളോട് ഭഗവാൻ വാസുദേവന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ആത്മതത്വത്തെ തന്നിൽ താനായിട്ട് അറിയാൻ എന്ത് വേണം? മനസ്സ് ശുദ്ധമായിട്ട് തീരണം. ദിവസേന ശ്രദ്ധയോടുകൂടി തൻ്റെ സ്വധർമ്മം കൊണ്ട് ഈശ്വരനായിരിക്കുന്ന എന്നെ ആരാധിക്കുന്നവൻ്റെ മനസ്സ് സാവധാനത്തിൽ ശുദ്ധമായിട്ട് തീരും. ഇതൊക്കെ ഭഗവാൻ നേരിട്ടിട്ട് പൃഥുവിന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. പ്രത്യക്ഷപ്പെട്ടിട്ട് ആത്മതത്വത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ആത്മതത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, തത്വമസി പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ മനസ്സ് നിർമ്മലമാക്കി തീർക്കണം ആദ്യം. തൻ്റെ കർമ്മം ചെയ്യുമ്പോൾ ഈശ്വരാർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് കർമ്മം ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സ് ശുദ്ധമായിട്ട് തീരും. അങ്ങനെ മനസ്സ് ശുദ്ധമായിട്ട് തീർന്നാൽ ജീവൻ ഈ 3 ഗുണങ്ങളും അകന്ന് ആ ബ്രഹ്മ കൈവല്യ പദവിയെ പ്രാപിക്കും. അപ്പോൾ ഈ ശരീരം, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയൊക്കെ സാക്ഷിഭാവത്തിൽ അറിയുന്ന നിർവികാര സ്വരൂപിയാണ് ആത്മാവ് എന്ന് നമുക്ക് ബോധം വന്നാൽ എന്തുണ്ടാവും? നമുക്ക് മംഗളകരമായിട്ടിരിക്കും. നമ്മളെന്ത് മനസ്സിലാക്കണം? നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ പരമശ്രേയസ്സായ ഭഗവാൻ വാസുദേവൻ എല്ലാം നോക്കി സാക്ഷിഭാവത്തിലെ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്നു എന്ന ബോധം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മംഗളം ഉണ്ടാവും. അങ്ങനെ ഈ പഞ്ചഭൂതങ്ങളും 4 അന്ധക്കരണങ്ങളും ഈ ജീവനും കൂടിച്ചേർന്നിട്ടുള്ളതാണ് ഈ ശരീരം. അപ്പോൾ ഈ ശരീരം ആത്മാവായിരിക്കുന്ന തന്നിൽ നിന്ന് ഭിന്നമായിട്ട് ഇരിക്കുന്ന വസ്തുവാണ് എന്ന് വിവേകികൾക്ക് ബോധിച്ചാൽ എന്തുണ്ടാവും? ഹേ പൃഥു മഹാരാജാവേ, എന്നിൽ അവർക്ക് ദൃഢമായ ഭക്തി ഉണ്ടാവും. അവർക്ക് സമ്പത്ത് വന്നാലും വന്നില്ലെങ്കിലും സമ്പത്ത് കാലത്ത് സന്തോഷിക്കൂല്ല, ആപത്ത് കാലത്ത് ദുഃഖിക്കൂല്ല. വലിയൊരു ആത്മതത്വമാണ് ഭഗവാൻ ഇവിടെ ഉപദേശിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഹേ പൃഥു മഹാരാജാവേ, അങ്ങ് തന്നേക്കാൾ ശ്രേഷ്ഠരെയും തുല്യരെയും താണവരെയും സമമായി കാണുന്നവനായിട്ട് സുഖത്തിലും ദുഃഖത്തിലും ക്ഷോഭിക്കാത്ത മനസ്സോടു കൂടിയവനായിട്ട് ഈശ്വരനായ എന്നാൽ നിശ്ചയിക്കപ്പെട്ട മന്ത്രിമാരോടും പരിവാരങ്ങളോടും കൂടിയവനായിട്ട് പ്രജാപരിപാലനമാകുന്ന സ്വധർമ്മത്തെ അനുഷ്ഠിക്കുക. ഇതാണ് ഭഗവാന്റെ ഉപദേശം. പ്രജാപാലനം എന്ന് പറയുന്ന രാജാവിൻ്റെ സ്വധർമാചരണം വളരെ ശ്രേയസ്കരമാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് പ്രജകളുടെ കാര്യം. പ്രജകളുടെ പുണ്യത്തിൽ 1/6 അവരെ ധാർമ്മികരാക്കി തീർക്കുന്ന രാജാക്കന്മാർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. നോക്കൂ,
ഇതൊക്കെ ഭഗവാൻ ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കില്ല കേട്ടോ. പ്രജകളെ പരിപാലിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നല്ല രീതിയിൽ പ്രജകളുടെ പുണ്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന രാജാവിന് അവർക്ക് കിട്ടുന്ന പുണ്യത്തിൻ്റെ 1/6 രാജാവിനുള്ളതാണ്. എന്നാലോ ഈ പ്രജകളെ പരിപാലിക്കാതെ നികുതി മാത്രം വാങ്ങുന്ന രാജാവിൻ്റെ പുണ്യങ്ങൾ ക്ഷയിച്ചു കൊണ്ടിരിക്കും. പ്രജകൾ ചെയ്യുന്ന പാപങ്ങളുടെ, അതായത് പ്രജകളുടെ പാപം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഹേ പൃഥു മഹാരാജാവേ, അങ്ങ് ബ്രാഹ്മണന്മാരുടെ ഉപദേശപ്രകാരം ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ധർമ്മത്തിനുള്ളിൽ ഒതുങ്ങി നിന്ന് അർത്ഥകാമങ്ങളെ അനുഭവിച്ചുകൊണ്ട് സ്വധർമ്മമാകുന്ന പ്രജാപരിപാലനം അങ്ങ് ചെയ്യൂ. ഇതൊക്കെ നമുക്കുള്ള ഉപദേശങ്ങളാട്ടോ അതൊക്കെ. ഭഗവാൻ നേരിട്ട് വന്നിട്ട് പറയുന്ന ഉപദേശങ്ങളാണ് അതൊക്കെ. ഇപ്പോൾ പുരുഷാർത്ഥങ്ങൾ, ധർമ്മമർത്ഥം കാമം മോക്ഷം എന്നുള്ള കാര്യങ്ങളൊക്കെ ധർമ്മത്തിനെ അർത്ഥകാമങ്ങളെ കൊണ്ട്, ആ ധർമ്മത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അർത്ഥ കാമങ്ങളെ തീർത്ത് എന്നിട്ട് വേണം മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ചു കാലം സ്വധർമ്മം അനുഷ്ഠിച്ചും കൊണ്ട് ജീവിച്ചാൽ അങ്ങയ്ക്ക് വേണ്ടത്ര മനഃശുദ്ധി ഉണ്ടാവും. ആ സമയത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞതിനെ വിപുലീകരിച്ച് പറയാൻ വേണ്ടിയിട്ട്, അങ്ങയെ ജ്ഞാനോപദേശം ചെയ്യാൻ വേണ്ടിയിട്ട് 4 സിദ്ധന്മാർ അങ്ങയുടെ അടുത്തേക്ക് വരും. അതാണ് സനകാദി മഹർഷിമാർ കൊടുക്കുന്ന ഉപദേശം. ഹേ രാജാവേ, അങ്ങ് ഇനി എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു വരം സ്വീകരിക്കണം എന്നായി ഭഗവാൻ വിഷ്ണു. കാരണം ഞാൻ അങ്ങയുടെ സ്വഭാവ ഗുണത്താൽ വളരെ പ്രസന്നനാണ്. എന്നെ യാഗം, തപസ്, യോഗം ഇവ കൊണ്ടൊന്നും എളുപ്പത്തിൽ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. എല്ലാറ്റെയും സമഭാവത്തിൽ കാണുന്നവരുടെ ചിത്തത്തിൽ മാത്രമേ ഞാൻ പ്രകാശിക്കാറുള്ളൂ. അങ്ങയുടെ മനസ്സ് എല്ലാവരെയും സമഭാവനയോടുകൂടി കാണുന്നത് കൊണ്ട് അങ്ങ് ചെയ്യുന്ന യാഗം, തപസ്, യോഗം കൊണ്ടൊക്കെ മാത്രമാണ് ഞാൻ സന്തോഷിച്ചത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഇവിടെ എന്താ ഭഗവാൻ ദക്ഷിണാമൂർത്തി സ്വരൂപിയായിട്ട് ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് ആർക്ക് പറഞ്ഞു കൊടുത്തത്? ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. എല്ലാം കേട്ട് തല കുനിച്ച് നിന്ന് എല്ലാം പൃഥു മഹാരാജാവ് സ്വീകരിച്ചു. ഇതെല്ലാം കേട്ടും കൊണ്ട് നിന്ന ഇന്ദ്രൻ താൻ ചെയ്ത അപരാധത്താൽ ലജ്ജിതനായിട്ട് പൃഥുവിൻ്റെ കാൽക്കൽ നമസ്കരിച്ചു എന്നാണ് പറയണത്. പൃഥു വേഗം അദ്ദേഹത്തെ, ഇന്ദ്രനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പൃഥു ആലിംഗനം ചെയ്തു. ആ ഇന്ദ്രനോട് തനിക്ക് തോന്നിയ അനിഷ്ടങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞു. അതിനുശേഷം പൃഥു ചക്രവർത്തി പല പൂജാദ്രവ്യങ്ങളും സമർപ്പിച്ച് അത്യന്തം ഭക്തിയോടെ ഭഗവാന്റെ കാൽക്കൽ ദണ്ഡ നമസ്കാരം ചെയ്തു. വിദുര എന്നാണ് പറഞ്ഞത്. മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാലോ ഭഗവാനാണെന്നുണ്ടെങ്കിലോ, ആ ഭഗവാൻ തിരിച്ച് പോകാൻ ഒരുങ്ങിയെങ്കിലും പൃഥുവിനെ അനുഗ്രഹിച്ച് തന്നെ പോകുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ നിന്നുപോയി. ഒരു വരം സ്വീകരിക്കണമെന്ന് പറഞ്ഞു. നോക്കൂ, നമ്മൾ ഇതെന്താ ഞാൻ എടുത്തു പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാൻ വരം കൊടുക്കാൻ തയ്യാറായിട്ട് പോലും ഭഗവാന് തിരിച്ചു പോവാൻ സമയമായിട്ട് പോലും ഭഗവാൻ പോവാണ്ടേ പൃഥുവിൻ്റെ ആ വരം ചോദിക്കൽ എന്നുള്ള ആ കർമ്മത്തിന് വേണ്ടി ഭഗവാൻ കാത്തു നിൽക്കുകയായിരുന്നു. ഇല്ലേ? നോക്കൂ, ഇവിടെ
എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, വരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള കാണിക്കാനാണ് ഇതൊക്കെ. അപ്പോൾ ഭഗവാൻ അവിടുന്ന് പോയില്ല. ആ ഭഗവാനെ നോക്കിക്കൊണ്ട് തൊഴുതുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ നിന്നിരുന്ന പൃഥു മഹാരാജാവിന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. ഭക്തി കൊണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകി. ആ കണ്ണുനീർ നിറഞ്ഞതുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ വ്യക്തമായിട്ട് പോലും ഹേ വിതുര ഭഗവാന് പൃഥു മഹാരാജാവിന് കാണാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. പൃഥു മഹാരാജാവ് സ്തുതിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊണ്ട ഇടറിയത് കൊണ്ട് വാക്കുകളൊന്നും പുറത്തു വന്നില്ല. കുറേ നേരം അങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ട് രണ്ടുപേരും നിന്നു. അവസാനം കണ്ണുനീര് തുടച്ചുകൊണ്ട് പൃഥു ഭഗവാനെ നോക്കി. ആ ഭഗവാനെ കണ്ടിട്ട് കണ്ണുകൾക്ക് തൃപ്തി വന്നില്ല. ആ തൻ്റെ തൃക്കാലുകൾ രണ്ടും ഭൂമിയിൽ ഊന്നിയിട്ട് ഇടത് കൈ ഗരുഡൻ്റെ പുറത്ത് വെച്ചും കൊണ്ട് വലത് കൈ ഉയർത്തി തന്നെ അനുഗ്രഹിച്ചും കൊണ്ട് നിൽക്കണ ആ ഭഗവാനെ പൃഥു മഹാരാജാവാണ് സ്തുതിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ, സത്യത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ ആ ഭാവങ്ങൾ കാണണട്ടോ. ഏത് രൂപത്തിലാണ്, ഏത് പൊസിഷനിലാണ് ഭഗവാൻ നിൽക്കുന്നത്, ഏത് ഭാവത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത്, ഏത് ഭാവത്തിലാണ് പൃഥു മഹാരാജാവ് നിൽക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലേക്ക് തട്ടുന്ന രീതിയിൽ വേണം, മനസ്സിൽ തട്ടുന്ന രീതിയിൽ വേണം ഇതൊക്കെ നമ്മൾ ശ്രവിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് ഈ ചെവി കൂടെ കേട്ട് ഇത് പോയിട്ട് കാണരുത്. അപ്പോൾ പൃഥു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓടിയെത്തേണ്ട മുഖം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ആ ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടി വീർപ്പ് മുട്ടുന്ന ഭഗവാന്റെ മുന്നിൽ കണ്ണിൽ ധാരധാരയായി വെള്ളം വന്നതുകൊണ്ട് ഭഗവാനെ കാണാൻ പറ്റാത്ത ആ പൃഥുവിൻ്റെ ഭാവത്തെ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. നമ്മുടെ മനസ്സൊക്കെ നിർമ്മലമായിട്ട് തീരുട്ടോ. അതിനാണ് ഈ കഥകളിലൂടെയൊക്കെ ഇങ്ങനെയൊക്കെ ആ ഭാഗവതത്തിൽ വ്യാസൻ രചിച്ചിരിക്കുന്നത്. എന്നിട്ട് പൃഥു മഹാരാജാവ് സ്തുതിക്കുകയാണ് ഭഗവാനെ. 23-ാമത്തെ ശ്ലോകം തൊട്ടിട്ട് അങ്ങോട്ട് സ്തുതിക്കുകയാണ്. ഹേ സർവശക്തനായിട്ടുള്ള ഭഗവാനെ, അവിടുന്ന് എന്നോട് വരം ചോദിക്കാൻ വേണ്ടി പറഞ്ഞുല്ലോ. ബുദ്ധിമാന്മാരായ ആരെങ്കിലും അങ്ങയോട് വരം ചോദിക്കുമോ എന്ന് തിരിച്ചു ചോദിച്ചത്. കാരണം പറയാണ്, ഹേ ഭഗവാനെ, വരങ്ങൾ 2 വകുപ്പിൽ പെടും. ഒന്ന് ശാരീരിക സുഖം, അതിനു വേണ്ടിയിട്ടുള്ള വരം. മറ്റൊന്ന് മോക്ഷത്തിലേക്കുള്ള വരം. മോക്ഷാനുഭൂതി തന്നെ അനുഗ്രഹിക്കുന്ന അങ്ങയിൽ നിന്ന് മോക്ഷത്തിന് അത്യന്തം തടസ്സവും വെറും കൃമികീടങ്ങൾക്ക് പോലും സുലഭമായിട്ടുള്ള ശാരീരിക സുഖം ചോദിച്ച് വാങ്ങാൻ എന്തായാലും ഹേ ഭഗവാനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം എന്താണ്ടായേ? ശാരീരിക സുഖത്തിന് വരം ചോദിക്കാൻ പൃഥു മഹാരാജാവ് ശരിയായില്ല. നമ്മളൊക്കെ ആണെങ്കിലോ അപ്പം ചോദിക്കും, എന്തെങ്കിലും ചോദിക്കൂലേ? ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ മോക്ഷം ആവശ്യപ്പെട്ടുകൂടെ എന്ന് അങ്ങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹേ ഭഗവാനെ, എനിക്ക് മോക്ഷവും വേണ്ട എന്നാണ് പറയുന്നത്. നോക്കൂ, എന്തൊരു ആനന്ദം നോക്കൂ. നമ്മുടെ മനസ്സിലൊക്കെ വരുന്നത് ആ ഭഗവാന്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇതിങ്ങനെ പൃഥു മഹാരാജാവ് പറയുമ്പോൾ നോക്കൂ, നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലൊക്കെ കുളിർമ ഉണ്ടാവണം കേട്ടോ. അല്ലാണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഭാഗവതം വായിച്ച് കേട്ട് എന്ത് നേടിയെന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ അനുഭവങ്ങൾ ഭാഗവതത്തിലൂടെ ശ്രീശുക ബ്രഹ്മർഷിയും വ്യാസൻ എഴുതി ശ്രീശുക ബ്രഹ്മർഷിയെ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതും മൈത്രേയൻ വിതുരന് സംവാദം ചെയ്യുന്നതും ശൗനകാദി മഹർഷിമാർക്ക് സൂതൻ പറഞ്ഞു കൊടുക്കുന്നതുമായിട്ടുള്ള ഈ വക കഥകളൊക്കെ നമ്മുടെ മനസ്സിൽ കേട്ട് നമ്മുടെ ചെവിയും അതായത് മനസ്സും എല്ലാം ശുദ്ധമാക്കിയിട്ട് തീർക്കാനാണുള്ള ഭാവത്തിൽ വേണം നമ്മളിതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
ഹേ ഭഗവാനെ, ഞാൻ മോക്ഷത്തെ പോലും ആഗ്രഹിക്കുന്നില്ല. ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ, ഹേ ഭഗവാനെ, ഞാനാകുന്ന ജീവൻ പരമാത്മാവായ അങ്ങയിൽ ഏകീഭവിച്ച് ഒന്നായി തീരുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ മുക്തനായി തീർന്നാൽ ഞാനാകുന്ന വ്യക്തിത്വം പിന്നെ ഉണ്ടാവില്ല. ഞാൻ അങ്ങയിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ന വ്യക്തിത്വം കഴിഞ്ഞു. എനിക്ക് അങ്ങനെ അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മോക്ഷത്തോടുകൂടി അങ്ങയിലേക്ക് ലയിക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ആ ഞാനെന്ന വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് പിന്നെ അവിടുത്തെ അമൃതതുല്യങ്ങളായിരിക്കുന്ന കഥകൾ കേട്ട് ഇതുവരെയും മതിയായിട്ടില്ല. അതുകൊണ്ട് ഹേ ഭഗവാനെ, ഞാൻ മുക്തിയെയും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ശാരീരിക സുഖം എന്തായാലും ഞാൻ വേണ്ട വെച്ചു. പിന്നെ കിട്ടണത് മുക്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വരമാണ്. അതും എനിക്ക് വേണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങയിൽ ലയിക്കും. അപ്പോൾ അങ്ങയുടെ അമൃതതുല്യമായിട്ടുള്ള കഥകൾ എനിക്ക് കേട്ടത് മതിയായിട്ടില്ല. എനിക്ക് ഇനിയും സജ്ജനങ്ങളുടെ മുഖത്തിൽ ഒഴുകുന്ന ആ ഭഗവത് കഥാമൃതത്തെ ആസ്വദിക്കാൻ എൻ്റെ കാതുകൾക്ക് 10,000 കാതുകളുടെ ശക്തി തന്ന് എന്നെ അനുഗ്രഹിച്ചാൽ മതി. നോക്കൂ, ഒരു ഭക്തൻ്റെ ചോദ്യമാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ ആയിരിക്കണം നമ്മളൊക്കെ. നോക്കൂ, ആ പൃഥു മഹാരാജാവിൻ്റെ മഹത്വം എന്താണെന്നുള്ളത് അതാണ് ഇതിലൂടെ കാണിക്കുന്നത്. വ്യാസൻ തൻ്റെ ഭഗവാന്റെ ഭക്തന്മാരുടെ, ഇപ്പം ധ്രുവൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ വ്യാസൻ അവതരിപ്പിച്ചത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സജ്ജനങ്ങളുടെ ഭഗവാനോടുള്ള ആ ഭാവത്തെയാണ് പൃഥുവിൻ്റെ ചരിത്രത്തിലൂടെ കാണിച്ച് നമുക്ക് തരുന്നത്. പറയാണ്, എനിക്ക് 1000 കാതുകളുടെ ശക്തി തരൂ. എന്തിനാ? ഭഗവാന്റെ കഥകളെ കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വേറൊരു വരവും വേണ്ട. എനിക്ക് ശരീരസുഖത്തിനുള്ള വരവും വേണ്ട, മോക്ഷത്തിനുള്ള വരവും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് അങ്ങയുടെ ആ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചെവിക്ക് 1000 കാതുകളുടെ ശക്തി തന്ന് അനുഗ്രഹിച്ചാൽ മതി. എന്തിനാ? മഹാത്മാക്കളുടെ മുഖത്തിൽ നിന്ന് നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ആ അങ്ങയുടെ ലീലാമൃതത്തെ, ആ വഹിച്ചു കൊണ്ടുവരുന്ന, അതായത് സജ്ജനങ്ങൾ അവരുടെ വായിലൂടെ നമുക്ക് പറഞ്ഞു തന്ന് വായയിലൂടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വായുവിലൂടെ ഗ്രഹിച്ച് ആ കർണത്തിലൂടെ വന്ന് മനസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ആ ആത്മവിസ്മൃതിയിൽ മുഴുങ്ങിക്കിടക്കുന്ന മനഃശുദ്ധിയില്ലാത്തവരായിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് അങ്ങയുടെ കഥാമൃതങ്ങൾ തന്നെ ആത്മബോധത്തെ ഉണ്ടാക്കി കൊടുക്കുന്നവയാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ, പൃഥു മഹാരാജാവ് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊക്കെ ആത്മാവിനെ മറന്ന് മുഴുകിക്കിടക്കുകയാണ്, മനഃശുദ്ധി ഇല്ല. അതുകൊണ്ട് അങ്ങയുടെ കഥകൾ കേട്ട് എനിക്ക് ആത്മബോധമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഭക്തി എനിക്ക് വേണമെന്നുള്ളതാണ് അർത്ഥം. എന്നിട്ട് പറയാണ്, ഹേ ഭഗവാനെ, യാദൃശ്ചികമായിട്ടാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു മഹാത്മാവിനോട് ബന്ധപ്പെടാനും ആ മഹാത്മാവിലൂടെ നിന്തിരുവടിയുടെ മഹിമ കേൾക്കാനും ഭാഗ്യമുണ്ടായാൽ
വിവേകിയായിട്ടുള്ള ഏതൊരുവനാണ് ആ കഥാശ്രവണത്തെ മതിയാക്കാൻ പറ്റില്ല. വല്ല മൃഗപ്രായന്മാർക്ക് മാത്രമേ അവിടുത്തെ മഹിമ കേട്ടാൽ മടുപ്പുണ്ടാവുള്ളൂ. ഹേ ഭഗവാനെ, ലക്ഷ്മി ദേവി പോലും അവിടുത്തെ ഗുണങ്ങൾ തന്നിലേക്ക് പകർന്നു കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ അങ്ങയുടെ ആ കഥാമൃതത്തെ എപ്പോഴും ആസ്വദിച്ചും കൊണ്ടിരിക്കണത് എന്നുള്ളതാണ് പൃഥു ചോദിച്ചത്. അതുകൊണ്ട് പുരുഷോത്തമനും സകല ഗുണങ്ങളുടെയും വിളനിലമായിട്ടുള്ള നിന്തിരുവടിയെ ലക്ഷ്മി ദേവിയെപ്പോലെ തീവ്രഭക്തിയോട് കൂടിയിട്ട് ഞാൻ ഭജിക്കാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെയും ശ്രീദേവിയുടെയും ലക്ഷ്യം അങ്ങയെ സന്തോഷിപ്പിക്കലാണ്. ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഞാനും ശ്രീദേവിയും തമ്മിൽ കലഹമുണ്ടാവാതെ അവിടുന്ന് നോക്കണമേ എന്ന് പറഞ്ഞു. നോക്കൂ, എന്തൊരു രസമാണ് ആ പൃഥുവിൻ്റെ സംസാരം. നമ്മുടെ മനസ്സിൽ ആ വർത്തമാനങ്ങളൊക്കെ, ഭഗവാനോടുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ആലോചിച്ച് നോക്കൂ. ഭക്തി പിന്നെ എങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറാതിരിക്കുക? സപ്താഹങ്ങൾക്കൊന്നും പോയാൽ അതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. അത് കാരണം കൊണ്ടാണ് ഇത് എടുത്തെടുത്ത് ഞാൻ പറയണത്. നമ്മൾ ആ ഭഗവാനും പൃഥുവായിട്ടുള്ള ആ സംഭാഷണം, ആ പൃഥുവിൻ്റെ സ്തുതികളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ആനന്ദം നമ്മൾ അനുഭവിക്കണം കേട്ടോ. അല്ലാതെ നമ്മളിത് കേട്ടിട്ട് ഒരു കാര്യമില്ല. എന്താ പറയണത്? എൻ്റെയും ശ്രീലക്ഷ്മിയുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, അങ്ങയെ സന്തോഷിപ്പിക്കുക. അതുകൊണ്ട് രണ്ടുപേരും ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഞങ്ങൾ തമ്മിൽ ഒരു കലഹമുണ്ടാക്കാതെ അവിടുന്ന് നോക്കണമേ ഭഗവാനെ. ഹേ ഭഗവാനെ, ലോകമാതാവായ ലക്ഷ്മി ഭഗവതിക്ക് തീർച്ചയായും എന്നോട് അപ്രീതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്നെപ്പോലെ ലക്ഷ്മി ദേവിയും അങ്ങയെ ഭജിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഭക്തിയുടെ കാര്യത്തിൽ പരസ്പരം മത്സരിച്ചു കൊണ്ടാവും അങ്ങയെ സേവിക്കുക. അങ്ങയുടെ ലക്ഷ്മി ദേവി ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്. സർവ ഐശ്വര്യ സമൃദ്ധമായ പൂജകളെ കൊണ്ടായിരിക്കും ദേവി അങ്ങയെ ആരാധിക്കുക. എൻ്റെ കയ്യിലാണെങ്കിൽ ഭഗവാനെ ഒന്നുമില്ലാത്തവനായ ഞാൻ ഭക്തി കൊണ്ട് എൻ്റെ കണ്ണിൽ ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീരിലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങയെ പൂജിക്കുക. ഹേ ഭഗവാനെ, അങ്ങ് ദീനവത്സലനായതുകൊണ്ട് ഏറ്റവും സന്തോഷിക്കുക എന്നോടായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങ് ദീനവത്സലനാണ്, അതുകൊണ്ട് എന്നോടായിരിക്കും ഹേ ഭഗവാനെ അങ്ങ് വേഗത്തിൽ സന്തോഷിക്കുക. അതുകൊണ്ട് ലക്ഷ്മി ദേവിക്ക് തീർച്ചയായും എന്നോട് അനിഷ്ടം ഉണ്ടാവും. പക്ഷേ എനിക്ക് അതുകൊണ്ടൊന്നും വരാൻ പോകുന്നില്ല. കാരണം അവിടുന്ന് ആത്മാരാമനല്ലേ. അവിടത്തേക്ക് ലക്ഷ്മി ഭഗവതിയെ കൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. എന്ത് വന്നാലും നിന്തിരുവടി ഭക്തന്മാരെ ഉപേക്ഷിക്കാറില്ല. അതുകൊണ്ടാണ് നിഷ്കാമ ഭക്തന്മാരായ സാധുക്കൾ മായയെയും മായാകാര്യങ്ങളെയും തള്ളിക്കളഞ്ഞ് അവരുടെ മനസ്സിൽ എപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഭഗവാനെ, അങ്ങയെ എപ്പോഴും നിഷ്കാമ ഭക്തന്മാർ ഭജിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ആ പാദസ്മരണ എപ്പോഴും ഉണ്ടാകണമെന്നല്ലാതെ മറ്റൊരാഗ്രഹങ്ങളും ഈ വക സജ്ജനങ്ങൾക്ക് ഉണ്ടാവില്ല. ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അതിനുശേഷം പറയാണ്, ഹേ ഭഗവാനെ, എനിക്കൊരു സങ്കടമുണ്ട് എന്ന് പറയാണ്. ആര്? പൃഥു മഹാരാജാവ്.
ഹേ ഭഗവാൻ നിന്തിരുവടിയെ ഭജിക്കുന്ന എന്നോട് വരം വരിക്കാൻ ആവശ്യപ്പെട്ടതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട് എന്നാണ് പറഞ്ഞു. ഭഗവാനെ വരം വാങ്ങുക എന്നാൽ ഇതുവരെ അങ്ങയെ ഭജിച്ചതിന് പ്രതിഫലം വാങ്ങി പിരിഞ്ഞു പോവുക എന്നല്ലേ അർത്ഥം. നോക്കൂ, നമ്മൾ ഭഗവാനോട് വരങ്ങളൊന്നും ചോദിക്കരുത്. അതോടെ ആ കർമ്മം കഴിഞ്ഞാൽ, വരം കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞു പോയി, ബാക്കിയുള്ളതൊക്കെ അടിയിൽ പോയി, പ്രതിഫലം വാങ്ങിച്ചു കഴിഞ്ഞാൽ. നമ്മൾ അതാ പറഞ്ഞത്, നമ്മൾ ഭഗവാന്റെ അടുത്ത് അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയിട്ട് കൈ നീട്ടി ചോദിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. അങ്ങനെ എന്തെങ്കിലും പ്രതിഫലം സ്വീകരിച്ച് പിരിഞ്ഞു പോകുന്ന ഭക്തനല്ല ഞാൻ. എനിക്ക് വേണ്ടത് നിന്തിരുവടിയെയാണ്. ഭഗവാന് പകരം കിട്ടുന്ന പ്രതിഫലത്തെ കൊണ്ട് തൃപ്തി അടയുന്നവനല്ല ഭഗവാനെ ഞാൻ. അങ്ങയുടെ വരം വരിക്കൂ എന്നുള്ള വാക്ക് ആ ഏതൊരുവനെയും മയക്കുന്നതാണ് അങ്ങയുടെ വാക്കുകൾ. നിന്തിരുവടിയുടെ വേദവാക്യങ്ങളിൽ മയങ്ങിയത് കൊണ്ടല്ല. അതായത് നിന്തിരുവടിയുടെ വേദവാക്യങ്ങൾ മയങ്ങിയത് കൊണ്ടല്ലേ എല്ലാവരും വൈദിക കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കുന്നത്. വേദങ്ങളിൽ പറഞ്ഞ വൈദിക കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് ആ ഭഗവാന്റെ വാക്കുകളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഈ ലോകത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അങ്ങയുടെ മായ കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടവരാണ്. അങ്ങയുടെ വേദങ്ങളിൽ അങ്ങ് പറയുന്ന വാക്കുകളിൽ മയങ്ങിയത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ ജനങ്ങളൊക്കെ വിവേകം നഷ്ടപ്പെട്ടു പോയത്. അതാണ് സത്യസ്വരൂപനായ അങ്ങയിൽ നിന്ന് മിഥ്യാരൂപങ്ങളായ പ്രപഞ്ച പദാർത്ഥങ്ങളെ വരമായിട്ട് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. ഇതിന് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു കുട്ടിക്ക് നല്ലതെന്തോ അതിനെ അച്ഛൻ തിരഞ്ഞെടുത്ത് കൊടുക്കാറില്ലേ? അതുപോലെ അങ്ങയുടെ മുന്നിൽ ശ്രേയസ് എന്താണെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു കൊച്ചു കുഞ്ഞാണ് ഞാൻ. എന്ത് കിട്ടിയാലാണോ എനിക്ക് ശ്രേയസ് ഉണ്ടാവുക അതിനെ അവിടുന്ന് തന്നെ നിശ്ചയിച്ച് വരമായിട്ട് തന്നനുഗ്രഹിച്ചാൽ മതി. നല്ല ചോദ്യം ചോദിച്ചത്. എന്താ വെച്ചാൽ ഭഗവാനെ അങ്ങയുടെ ഇഷ്ടംമാതിരി ചെയ്തോളൂ എന്നുള്ള രീതിയിലാണ് ഇത്ര പൃഥു മഹാരാജാവ് ആരോട് ചോദിച്ചത്? ഭഗവാനോട് വരം ചോദിച്ചത്. നോക്കൂ, എവിടെയും തൊടാണ്ടുള്ള വരാ ചോദിച്ചത്. നേരെ ഭഗവാന്റെ മുമ്പിൽ കൊടുത്തു. ഇതാണ്ട് കേട്ടപ്പോൾ മൈത്രേയ മഹർഷി പറയാണ്, ഹേ വിതുര, ഇങ്ങനെയുള്ള വരം ചോദിക്കൽ കേട്ടിട്ട് ഭഗവാന് വളരെ സന്തോഷമായി. എന്നിട്ട് പറയുകയാണ്, ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്, ഹേ രാജാവേ, അങ്ങയ്ക്ക് എന്നിൽ ഉറച്ച ഭക്തി ഉണ്ടാവട്ടെ. ഭാഗ്യം കൊണ്ടാണ് അങ്ങയ്ക്ക് ഇത്രയും ഉറച്ച വൈരാഗ്യമുണ്ടായത്. ഞാൻ പറഞ്ഞ പ്രകാരം കുറച്ചു കാലം പ്രജാപരിപാലനം അങ്ങ് ചെയ്യൂ, ധർമ്മം ആചരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ പൃഥുവിനെ അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്യാനൊക്കെ റെഡിയായി. ആ സമയത്ത് ദേവന്മാർ, ഋഷിമാർ, പിതൃക്കൾ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, നാഗങ്ങൾ, കിന്നരന്മാർ, അപ്സരസ്സുകൾ എല്ലാവരും ആ ഭഗവാന്റെ വിഷ്ണുപാർഷദം ഇവയെല്ലാം ആ യജ്ഞേശ്വരനായ ഭഗവാനായിക്കൊണ്ട് പൃഥു പൂജിച്ച് സൽക്കരിച്ചു. അവരെല്ലാവരും ഭഗവാനോടൊന്നിച്ച് പോവാൻ തയ്യാറായി. ഇങ്ങനെ ആ എല്ലാവരോടും കൂടി നിൽക്കുന്ന ആ പൃഥുവിൻ്റെ മനസ്സിനെ അപഹരിക്കുന്നവനായിട്ട് ഹേ വിതുര ഭഗവാൻ തൻ്റെ സ്വസ്ഥാനത്തേക്ക് തിരിച്ച് എഴുന്നള്ളി. ആ ഭഗവാൻ മറഞ്ഞ ദിക്ക് നോക്കി നമസ്കരിച്ചും കൊണ്ട് പൃഥു തൻ്റെ സ്വന്തം രാജധാനിയിലേക്ക് തിരിച്ചു പോയി എന്ന് പറഞ്ഞും കൊണ്ടാണ് ആ 20-ാമത്തെ അധ്യായത്തിൽ ആ ഭഗവാന്റെ പൃഥുവിൻ്റെ ഭഗവത് സ്തുതിയും ഭഗവാന്റെ അനുഗ്രഹങ്ങളായിട്ടുള്ള അധ്യായം അവസാനിച്ചത്. എന്തായാലും
ഈ ഒരു അധ്യായം നല്ലൊരു അധ്യായമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം നല്ലതാണ്. ആ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭക്തിഭാവത്തെ നമ്മുടെ ഉള്ളിൽ വളർത്തുകയാണ് വേണ്ടത്. എന്തായാലും തൽക്കാലം നിർത്തട്ടെ. നാളെ ആ പൃഥു മഹാരാജാവ് തൻ്റെ പ്രജകൾക്ക് കൊടുക്കുന്ന ഉപദേശത്തെയാണ് നമുക്ക് നാളെ പറയാനുള്ളത്. തൽക്കാലം ഇപ്പം നിർത്തട്ടെ. ഹരേ നാരായണ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.